അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഹോം ടൂറാണ്. ഒരു വർഷമായിട്ട് പൂട്ടിയിട്ടിട്ടാണ് ഞങ്ങൾ അല്ലൈനിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ഗേറ്റൊക്കെ ഫുള്ള് തുരുമ്പ് പിടിച്ചിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീടൊന്നും ക്ലീൻ ചെയ്തിട്ട് കുറച്ചായി. അത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ. അതേപോലെ തന്നെ കാട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡൊക്കെ ചെടികളൊക്കെ വലുതായിട്ട് ഭയങ്കരമായിട്ട് ഹൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പോലും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് എനിക്കൊരു 4 തെങ്ങുണ്ട്. അതിൽ നിന്ന് വീണ ഓലയും മട്ടലും കൊതുമ്പും എല്ലാം കൂടി ആയിട്ട് ഫുള്ള് നാശമായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നടക്കാൻ എനിക്ക് പേടി, കാരണം ഇതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ഒരു ഏരിയ നടക്കാൻ പാകത്തിന് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൊത്തം ചെത്തിക്കോരി വലിയ വലിയ മരങ്ങളെ പോലെ ആയതൊക്കെ ഞങ്ങളൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുത്തു. ഓലയും മട്ടലൊക്കെ തൊട്ടടുത്ത വീട്ടിൽ കുറച്ച് കൊടുത്തു, ബാക്കിയൊക്കെ കത്തിച്ച് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇത് ഫ്രണ്ടിലുള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗത്ത് ഞാൻ കുഴിച്ചിടാൻ പറ്റുന്ന ഒട്ടുമാവ്, കരിവേപ്പ്, ഉറുമാമ്പഴം, കർമൂസ, ചേമ്പ്, ചേന, അങ്ങനെ എനിക്ക് കുഴിച്ചിടാൻ പറ്റുന്നതെല്ലാം ഈ ഒരു ചെറിയൊരു ഭാഗത്താണ് ഞാൻ കുഴിച്ചിട്ടത്. കാരണം അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിവേപ്പുമാരൊക്കെ ഭാഗ്യത്തിന് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതെനിക്കൊരു വലിയ സന്തോഷമായി. അപ്പോൾ ആ കർമൂസമരം വല്ല ഹൈറ്റിൽ ലൈൻ കമ്പിൻ്റെ അടുത്തെത്തിയതുകൊണ്ട് ഞാനതങ്ങ് വെട്ടി മുറിച്ച് കളഞ്ഞു. അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഏളാമക്കും തൊട്ടടുത്തൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം വെറുതെ വെച്ചിട്ടെല്ലാം കേടൊന്നും പോകില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഉള്ളതൊക്കെ അവിടെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുറ്റത്തിൻ്റെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പൊടിയായിരുന്നു വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരൊക്കെ താമസാക്കിയിട്ടുണ്ട്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ എല്ലാ ഫർണിച്ചറിൻ്റെ മുകളിലും എനിക്ക് തുണി ഇട്ട് വെക്കാൻ പറ്റുന്ന എല്ലാ സാധനത്തിൻ്റെ മുകളിലും ഞാൻ വേസ്റ്റ് തുണികളൊക്കെ കൂട്ടി യോജിപ്പിച്ച് അടിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ ക്ലീനിങ് എന്നുള്ള ഒരു പണി എനിക്ക് കുറഞ്ഞു കിട്ടി. ഒന്നിൻ്റെ മുകളിലും പൊടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മൊത്തത്തിലൊന്ന് പാസിയൊക്കെ തട്ടി കർട്ടനൊക്കെ തിരുമ്പാനെടുത്തിട്ട് ഈ കിച്ചൻ്റെ ഡോർ തുറന്നപ്പോഴാണ് ഞാനൊന്ന് ടെൻഷനായത്. കാരണം ചെതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഉള്ളിലേക്കൊന്നും ചെതൽ കയറാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പോകുന്നതിൻ്റെ മുൻപ് ചെതൽ വരാതിരിക്കാനുള്ള മരുന്നൊക്കെ അടിച്ചിട്ടാണ് പോയിട്ട് പോലും ഈ ചെതലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ആ ചെതലിൻ്റെതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ മൊത്തം ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് എല്ലാത്തിനും എൻ്റെ മൂത്ത മോൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഭാരമായില്ല. ഞങ്ങൾ രാവിലെ തുടങ്ങിയ ജോലി തീരുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റി. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വരെ എല്ലാവർക്കും ബൈ.